വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വിശ്വാസിയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ദൈവത്തെ പല നിലയിലും പരീക്ഷിക്കുന്ന പ്രവണത നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ പരീക്ഷിക്കരുത് എന്നാണ്. കൊരിന്തിയ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും അപ്പോസ്തലൻ ഈ കാര്യം ഓർപ്പിച്ചിട്ടുണ്ട്. ഗലാത്യ ലേഖനം പറയുമ്പോൾ വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദൈവത്തെ പരിഹസിക്കുക, ദൈവത്തെ പരീക്ഷിക്കുക, ഇത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ ഇസ്രായേല് ദൈവത്തിന്റെ അതിവത്സല ജനമായിരുന്നിട്ടും അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം എപ്രകാരം അവരെ സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കിയിട്ടും ദൈവത്തിന്റെ കരുതലുകൾ എത്രയോ വലുതാണെന്ന് അവർ ഗ്രഹിച്ചിട്ടും നിരന്തരമായി ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. മെരീബയിൽ വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. സീനായിയുടെ അടിവാരിൽ വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. ചെങ്കടൽ കടന്ന ജനം ഇമ്മീഡിയറ്റ്ലി ദൈവത്തെ പരീക്ഷിച്ചു. ഹോരേബിൽ വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അത് അവർക്ക് പാപകാരണമായി തീർന്നു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ ഈ ഷോർട്ട് മെസ്സേജിൽ ദൈവത്തെ ഒരു വിശ്വാസി പരീക്ഷിക്കാൻ സാധ്യതയുള്ള 8 തലങ്ങളെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. പ്രസംഗമായിട്ട് അവതരിപ്പിക്കേണ്ടവർക്കോ പഠനമായിട്ട് അവതരിപ്പിക്കേണ്ടവർക്കോ അതിന്റെ ഒരു സ്കെലിറ്റനായിരിക്കും എന്ന് ഞാൻ നൽകുന്നു. ദൈവത്തെ ഏതെല്ലാം നിലയിലാണ് നാം പരീക്ഷിക്കുന്നത്? 1, പിറുപിറുത്ത് ദൈവത്തിന് വിരോധമായി പിറുപിറുത്തിട്ട് നാം ദൈവത്തെ പരീക്ഷിക്കുന്നു. കൊരിന്ത്യലേഖനത്തിൽ വളരെ വ്യക്തമായി പൗലോസ് പറഞ്ഞിട്ടുണ്ട്, അവരിൽ ചിലർ പിറുപിറുത്തിട്ട് ദൈവസന്നിധിയിൽ ന്യായവിധിക്ക് കാരണമായി തീർന്നാൽ നിങ്ങൾ പിറുപിറുപ്പുകാർ ആകരുത്. പിറുപിറുപ്പ് അല്ലെങ്കിൽ മർമറിംഗ് എന്ന് പറയുന്നത് വിശ്വാസികൾ സാധാരണയായി ഉണ്ടാകാറുള്ള ഭാവമാണ്. ദൈവത്തിന് വിരോധമായി പിറുപിറുക്കുക, മർമറിംഗ്, അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. പുറപ്പാട് 17:2 വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇസ്രായേൽ ദൈവത്തിന് വിരോധമായി പിറുപിറുക്കുന്നു. അത് മിക്കവാറും എല്ലാ ആളുകളിലും ഒരു നിലയിൽ അല്ലെങ്കിൽ വേറെ നിലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദൈവത്തെ പരീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പാപമാണ്. 2, പുറപ്പാട് പുസ്തകം 17:7, എബ്രായർ 4:1 മുതൽ 11 വരെ അവിശ്വാസം പറയുന്നത് അവർ അവിശ്വസിച്ച് ദൈവത്തെ വിശ്വസിക്കാതെ അവിശ്വസ്തരായി ദൈവത്തെ പരീക്ഷിച്ച പോലെ നിങ്ങൾ പരീക്ഷിക്കരുത്. അപ്പൊ ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിശ്വസിക്കേണ്ടവരായിരുന്നു, ദൈവത്തിന്റെ വിശ്വസ്തതയെ വിശ്വസിക്കേണ്ടവരായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തില്ല? അവർ അവിശ്വസിച്ചു. അവിശ്വാസമുള്ള ഹൃദയം ഉള്ളവരായി തീർന്നു. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 13-ാം അധ്യായം പറയുമ്പോൾ, നിങ്ങളിൽ ആരും അഭക്തനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഈ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. അവിശ്വസ്തത, അൺബിലീഫ്, അത് ദൈവത്തെ പരീക്ഷിക്കുന്ന ഒന്നാണ്. മരുഭൂമിയിൽ മന്ന തരുവാൻ അവന് കഴിയും, എന്നാൽ ഇറച്ചി കൂടെ തരുവാൻ അവന് കഴിയുമോ? അവിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു സംശയമാണ്. ദൈവത്തെ അവിശ്വസിക്കുക. 1, ദൈവത്തോട് പിറുപിറുക്കുക. 2, ദൈവത്തെ അവിശ്വസിക്കുക. 3, ദൈവത്തോട് മത്സരിക്കുക. പുറപ്പാട് പുസ്തകം 14:22, 21 മുതൽ 9 വരെ അവർ മോശയ്ക്കും അഹരോനും വിരോധമായി മത്സരിച്ചപ്പോൾ, ദൈവ വ്യവസ്ഥയായ പൗരോഹിത്യത്തിനെതിരെ മത്സരിച്ചപ്പോൾ, അത് ദൈവത്തോട് ചെയ്ത മത്സരമായിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെട്ടത്. മത്സരം ഒരു പാപമാണ്. അവിടെ ശമൂൽ പറയുമ്പോൾ മത്സരം ആഭിജാത്യ പോലെ ആഭിചാരം പോലെയും, മത്സരം ആഭിചാരം പോലെയും, പിന്നെ ശാഠ്യം അത് മിഥ്യാപൂർത്തി പോലെയുമാകുന്നു. 2 കാര്യങ്ങളോട് ഉപമിക്കുകയാണ്. ആഭിചാര പ്രവൃത്തിയോട് തുല്യം ചെയ്യാവുന്നതാണ് ഏത്? ഇവിടെ പറയപ്പെടുന്ന റിബല്യൻ, അതായത് മത്സരം. ദൈവത്തോട് മത്സരിക്കുക. ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തോട് അവൻ മത്സരിക്കാൻ പാടില്ല. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജ പോലെയും ആകുന്നു എന്ന് ശൗലിനുള്ള ബന്ധത്തില് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ട്. 4,
ദൈവത്തെ കോപിപ്പിക്കുക. സങ്കീർത്തന പുസ്തകം 78:17 മുതൽ 18 വരെ. എന്നിട്ടും അവർ തങ്ങളുടെ പ്രവൃത്തികളാൽ ദൈവത്തെ കോപിപ്പിച്ചു. പ്രൊവോക്കേറ്റിംഗ് ഗോഡ് ഓർ പ്രൊവോക്കിംഗ് ഗോഡ്. അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ദൈവത്തെ പ്രകോപിപ്പിക്കുക. ഓരോ പ്രാവശ്യവും ഓരോ തവണയും ദൈവത്തിന് വിരോധമായി സംസാരിച്ച് ദൈവത്തെ പ്രകോപിപ്പിക്കുക. അത് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. എന്നിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവരോട് ഇന്ന നിലയിൽ ഇന്ന മാർഗങ്ങൾ കൂടി നിരന്തരമായി ഏർപ്പെട്ടിട്ടും അവർ അത് അനുഭവിച്ചിട്ടും അവർ അത് കണ്ടിട്ടും ദൈവം നല്ലവനാണെന്ന് അവൻ രുചിച്ചറിഞ്ഞിട്ടും ദൈവത്തിന്റെ സ്നേഹത്തിന് യാതൊരു ഭംഗവും ഉണ്ടാകുന്നില്ല, അല്ലെ ദൈവം ഉണ്ടാക്കുന്നില്ല എന്ന് നിരവധി പ്രാവശ്യം ദൈവം അവരെ ബോധ്യപ്പെടുത്തിയിട്ടും അവർ ദൈവത്തെ എന്ത് ചെയ്തു? പ്രകോപിപ്പിച്ചു. അവന്റെ കോപം അവരുടെ മേൽ വരുവാൻ ഇടയായിത്തീർന്നു. ഇപ്പൊ ദൈവത്തോട് വാസ്തവത്തില് ദൈവത്തെ പരീക്ഷിക്കുന്ന മറ്റൊരു പാപമാണ് പ്രകോപിപ്പിക്കുക, അല്ലെങ്കിൽ പ്രകോപനം എന്ന് പറയുന്നു. അടുത്ത 5 അത് വായിക്കുന്നത് സങ്കീർത്തനത്തില് 78:41-56 വാക്യങ്ങളാണ്. ബൈക്ക് സ്ലൈഡിങ്, പിന്മാറിപ്പോവുക, ദൈവത്തെ വിട്ട് പിന്മാറുക. അത് വളരെ പിന്മാറ്റത്തിന്റെ യാതൊരു കയ്പും വേരും മുളയ്ക്കരുത് എന്നാണ് ദൈവത്തിന്റെ പ്രബോധനം. ഒരു വിശ്വാസി ഒട്ടും പിന്മാറാതെ മുൻപോട്ട് പോകേണ്ടവനാണ്. ഒരു പാട്ട് തന്നെ അങ്ങനെയാണ്, ഞാൻ ഒട്ടും പിന്മാറുകയില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകയില്ല ഇനി ഞാൻ. അപ്പൊ വാസ്തവത്തിൽ ദൈവം എന്ത് ചെയ്യണം? അവന്റെ കാലടികൾ കർത്താവിനോട് വെച്ചു കഴിഞ്ഞാൽ അവൻ നിരന്തരമായി ആ കാൽപാദങ്ങളെ പിന്തുടരണം. പിന്നോട്ടില്ല. ഞാൻ പിന്നോക്കിയില്ല. ലോത്തിന്റെ ഭാര്യ പിന്നോട്ട് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു എന്നുള്ള വായിക്കുന്നുണ്ട്. പിന്മാറ്റം. പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ ഹി ഫോളോഡ് ദ ലോർഡ് സ്റ്റെപ്പ് ബിഹൈൻഡ് എന്നാണ് വായിക്കുന്നത്. ചില ചുവട്ടടികൾക്ക് പിന്നാലെ അവനെ അനുഗമിച്ചു. പിന്മാറിപ്പോവുക, ബാക്ക് സൈഡ് ചെയ്യുക, ലഭിച്ച കാഴ്ചപ്പാടെന്ന് വിശ്വാസം പുറകോട്ട് പോവുക. അത് ദൈവത്തെ പരീക്ഷിക്കുന്ന മറ്റൊരു പ്രവൃത്തിയാണ്. 6 ഹാർഡനിങ് ദ ഹാർട്ട്. സങ്കീർത്തനങ്ങൾ 95:8 മുതൽ 9 വാക്യങ്ങൾ. എബ്രാലേഖനത്തിലും അതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർ മരുഭൂമിയിൽ വെച്ച് തങ്ങളുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തിയ പോലെ നിങ്ങൾ ഹൃദയത്തെ കഠിനം ആക്കരുത്. മരുഭൂമിയിൽ വെച്ച് അവനെ പരീക്ഷിച്ചിട്ട് ചില പട്ടുപോയതുപോലെ നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുത്. അപ്പൊ ദൈവത്തോട് പിറുപിറുക്കാതിരിക്കുക, ദൈവത്തെ അവിശ്വസിക്കാതിരിക്കുക, ദൈവത്തെ പ്രകോപിപ്പിക്കാതിരിക്കുക, ദൈവത്തോട് മത്സരിക്കാതിരിക്കുക. ഇപ്പൊ എന്താ പറയുന്നത്? ദൈവത്തിന്റെ മുമ്പാകെ ഹൃദയം കഠിനപ്പെടുത്താതിരിക്കുക. ഹൃദയം കഠിനപ്പെടുന്നത് ദൈവത്തെ പരീക്ഷിക്കുന്ന പ്രവൃത്തിയാണ്. 7 ലസ്റ്റ് ആൻഡ് സിൻ. അത് പറയുന്നത് സങ്കീർത്തനങ്ങൾ 106:14, പുറപ്പാട് 32. മോഹവും പാപവും. അവർ മോഹിച്ച് ദുർമോഹികളായി തീർന്നിട്ട് അവർ ദൈവത്തോട് പാപം ചെയ്തു എന്ന് വായിക്കുന്നു. ദുർമോഹം. യാക്കോബ് തന്നെ പറയുമ്പോൾ മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ പെടുന്ന പറയുന്നത്. ദുർമോഹം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടായാൽ അത് ദൈവത്തെ പരീക്ഷിക്കുന്ന 7ാമത്തെ പാപമാണ്. 8 അതിന്റെ ഈ സങ്കീർത്തനം തന്നെ 106:18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഐഡലട്രി, വിഗ്രഹാരാധന. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്നുള്ളതാണ് ആദ്യത്തെ കൽപ്പന. ഇസ്രായേലിന്റെ ജീവിതത്തിൽ അവർ അന്യദേവന്മാരെ സേവിച്ചു, യഹോവയെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചുവെന്നും ആകയാൽ ദൈവത്തോട് കോപിച്ചുവെന്നും ദൈവം അവരെ ന്യായം വിധിച്ചുവെന്നും എല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഐഡലട്രി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ഐഡലട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഗ്രഹാരാധന എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ മുമ്പാകെ പോയി നമസ്കരിക്കുന്ന മാത്രമല്ല. പുതിയ നിയമ പെർസ്പെക്റ്റീവിൽ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ദൈവത്തെക്കാൾ അധികമായി നാം വില കൽപ്പിക്കുന്ന ഏതും വിഗ്രഹാരാധനയാണ്. ദൈവത്തെക്കാൾ അധികം നാം സ്നേഹിക്കുന്ന ഏതും വിഗ്രഹാരാധനയാണ്. ഒരുത്തൻ തന്റെ സൗന്ദര്യത്തെ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിച്ചാൽ അത് വിഗ്രഹാരാധനയാണ്. ഒരുത്തൻ പണത്തെ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിച്ചാൽ അത് വിഗ്രഹാരാധനയാണ്.
ഒരുത്തൻ വസ്ത്രധാരണത്തെ ദൈവത്തെക്കാൾ കൂടുതൽ അധികം സ്നേഹിച്ചാൽ അത് വിഗ്രഹാരാധനയാണ്. ഒരുവൻ തന്റെ ഭാര്യയെയും മക്കളെയും ദൈവത്തെക്കാൾ അധികം സ്നേഹിച്ചാൽ അത് വിഗ്രഹാരാധനയാണ്. ഒരുവൻ തന്റെ വസ്തുവകളെ ദൈവത്തെക്കാൾ അധികം സ്നേഹിച്ചാൽ അത് വിഗ്രഹാരാധനയാണ്. വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ കേവലം ഒരു ബിംബത്തിന്റെ മുമ്പാകെ പോയി നമസ്കരിക്കുന്നത് മാത്രമല്ല, ദൈവത്തെക്കാൾ അധികം മൂല്യം കൽപ്പിച്ച്, നാം വില കൽപ്പിച്ച്, നാം ഏതിനെ സ്നേഹിക്കുന്നോ ഏതിനെ പിൻപറ്റുന്നോ അതെല്ലാം വിഗ്രഹമാണ്. ഇങ്ങനെ 8 പ്രത്യേക മണ്ഡലങ്ങളിലാണ് ഒരു വിശ്വാസി ദൈവത്തെ പരീക്ഷിക്കാൻ സാധ്യതയുള്ളത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം ഏതൊക്കെയാണ്. 1 പിറുപിറുപ്പ്, 2 അവിശ്വാസം, 3 ദൈവത്തോട് മത്സരം, 4 ദൈവത്തെ പ്രകോപിപ്പിക്കുക, 5 പിന്മാറ്റത്തിലേക്ക് പോവുക, 6 ഹൃദയത്തെ കഠിനപ്പെടുത്തുക, 7 മോഹം പാപം, 8 ഐഡന്റിറ്റി അതായത് വിഗ്രഹാരാധന. നമ്മളിതിൽ ഈ 8 ഏതെല്ലാം ഗണത്തിൽപ്പെട്ട തെറ്റുകൾ അല്ലെങ്കിൽ ദൈവത്തെ പരീക്ഷിക്കാൻ കാരണമായി തീർന്ന ഏതെല്ലാം നിലയിലുള്ള പാപ സ്വഭാവങ്ങൾ രക്ഷിക്കപ്പെട്ടവരായ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് നമ്മൾ വേറൊരാളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കുകയല്ല, എന്റെ ജീവിതത്തിൽ ഈ പറയപ്പെട്ടതിൽ ഏതെല്ലാം ഉണ്ട് എന്ന് ഒന്ന് നോക്കുക. ഏതൊക്കെയാ? പിറുപിറുപ്പ്. നമ്മൾ പലപ്പോഴും പിറുപിറുക്കുന്നവരാണ്. എല്ലാം സമൃദ്ധിയായി ദൈവം തന്നിട്ടും നമ്മൾ എന്ത് ചെയ്യും? പിറുപിറുക്കുക, പോരാ, പരാതി. അതുപോലെ തന്നെ അവിശ്വാസം. ദൈവത്തിന് അന്ന് തന്നെ സഹായിക്കാൻ കഴിഞ്ഞു. ദൈവത്തിന് ആ പ്രതിസന്ധിയിൽ ചിലരെ എനിക്ക് വേണ്ടി നിർത്താൻ കഴിഞ്ഞു. ആ ദൈവത്തിന് അതുപോലെ എന്നെ നിർത്താൻ ഇന്ന് കഴിയുമോ? ഇന്നലകളിൽ ദൈവം നമ്മെ നടത്തിയതിന് ദൈവത്തിന് പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ തുടരാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ഇന്നും നാളെയും അവൻ നടത്തുവാൻ ശക്തനാണെന്ന് വിശ്വസിക്കുക. ദൈവത്തെ അവിശ്വസിക്കാതിരിക്കുക. സഹോദരന്മാരെ, നിങ്ങൾ ജീവനുള്ള ദൈവത്തെ അവിശ്വസിപ്പാണ്ട് ഗുണം ഉള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകരുത് എന്നുള്ളതാണ് പ്രബോധനം. 3 മത്സരം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്ഥാനത്തിന് വേണ്ടി, മാനത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, പ്രതാപത്തിന് വേണ്ടി, പ്രശംസയ്ക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ഒക്കെയുള്ള മത്സരങ്ങളുണ്ട്. മത്സരം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവത്തെ പരീക്ഷിക്കുന്ന മറ്റു പാപമാണ്. അടുത്തതാണ് ദൈവത്തെ പ്രകോപിപ്പിക്കുക. ദൈവത്തോട് നിരന്തരമായി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ദൈവത്തെ നിർബന്ധിച്ച് ദൈവത്തിൽ നിന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. പ്രൊവോക്കേഷൻ. അടുത്തത് ബാക്ക് സ്ലൈഡിംഗ്, പിന്മാറ്റം. മുൻകാലങ്ങളിൽ ലഭിച്ച കാഴ്ചപ്പാടും ദർശനത്തിൽ നിന്നും അകന്നു പോകുന്ന, ദൂരവേ മാറിപ്പോകുന്ന ഒരു അനുഭവം. അടുത്തത് ഹൃദയം കഠിനപ്പെടുത്തുക. ഒരു മാർദ്ദവത്വം, ഒരു വിധേയത്വം, ഒരു സ്നേഹത്തിന്റെ പരിലാളന ഹൃദയത്തിന് ഇല്ലാതെയായി തീരുക. ഇപ്പോൾ മോഹവും പാപവും അത് നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഒടുവിൽ വിഗ്രഹ ആരാധന. ഈ 7-8 മണ്ഡലങ്ങളിലാണ് ജീവനുള്ള ദൈവത്തെ പരീക്ഷിക്കുവാൻ പലപ്പോഴും നമ്മുടെ ജീവിതം കൊണ്ട് ഇടയായിത്തീരുന്നത്. വേദപുസ്തകം പറയുന്നത് ദൈവത്തെ പരീക്ഷിക്കരുത് എന്നാണ്. ദൈവം ആരെയും പരീക്ഷിക്കാറില്ല. ഒരു മനുഷ്യരെ പോലും പരീക്ഷിക്കാറില്ല. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ എന്ന് ഉൽപ്പത്തി 22 എഴുതിയിരിക്കുന്നത് പരീക്ഷയായിരുന്നില്ല, പരിശോധനയായിരുന്നു. പരീക്ഷയും പരിശോധനയും നമ്മൾ വ്യത്യാസമുണ്ട്. ഇത് ഞാൻ യാക്കോബ് ലേഖനത്തിന്റെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞാണ്. പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജഡീക വൈകാരിക മണ്ഡലത്തിൽ നിന്ന് ഉണരുന്നതും അത് പിശാച് ഉണർത്തുന്നതും അത് പാപത്തിലേക്കുള്ള ചായ്വ് നമ്മിൽ ഉളവാക്കുന്നതുമായ ഒന്നാണ്, പ്രേരകമാണ്. എന്നാൽ പരിശോധന പറഞ്ഞാൽ അതല്ല. പരിശോധന വാസ്തവത്തിൽ നാം ആരാണെന്ന് വെളിപ്പെടുത്തുന്നതാണ്. ദൈവം അബ്രഹാമിനെ പരിശോധിക്കുകയാണ് ചെയ്തത്. ദൈവം യോബിനെ പരിശോധിക്കുകയാണ് ചെയ്തത്. ദൈവം പത്രോസിനെയും പൗലോസിനെയും പരിശോധിക്കുകയാണ് ചെയ്തത്. ദൈവം നമ്മെയും പരിശോധിക്കുകയാണ്. ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട 8 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ട് നാം ദൈവത്തിന് വിരോധമായി ദൈവത്തെ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണോ എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം, നമ്മെ തന്നെ കറക്റ്റ് ചെയ്യാം. ദൈവനാമം ബോധ്യപ്പെടട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുള്ള. താങ്ക് യു.